പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കെമി മാസ്റ്ററിൻ്റെ +1 സയൻസ് കെമിസ്ട്രിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി ആണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പുതിയ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററാണ്. ഫസ്റ്റിൽ നമുക്കറിയാം, അതിലുള്ള നമുക്ക് സാധാരണഗതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്ന പാർട്ടാണ് ഇനി മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മെഷർമെൻറ്റ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം എന്തിനാണ് മെഷർമെൻറ്റ്സ്. നമുക്കറിയാം കെമിസ്ട്രിയിൽ പല രീതിയിലുള്ള എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ടാകും, അതായത് മെഷർമെൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ എന്തായിരിക്കും ഈ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്? മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിന് ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാകും, ഒരു യൂണിറ്റ് ഉണ്ടാകും. അതായത് നമ്മളിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ കാണുന്നതാണ് 200 ഗ്രാം സൾഫർ എന്ന് പറയുന്നത്. അത് നമ്മൾ മെഷർ ചെയ്തു. അപ്പോൾ അതിൻ്റെ മാസാണ് 200 ഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 200 ആണ്. നമുക്കിവിടെ കാണാം 200 ന്യൂമറിക്കൽ വാല്യൂ ആണ്. പ്ലസ് യൂണിറ്റ് എന്താണ്? ഗ്രാം എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ മെഷർമെൻറ്റിന് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പല രീതിയിലുള്ള മെഷർമെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. ആദ്യകാലത്ത് നമുക്ക് യൂസ് ചെയ്തിരുന്ന മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ്, അതേപോലെ തന്നെ മെട്രിക് സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ്. ഇംഗ്ലീഷ് സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കേട്ട ചില യൂണിറ്റ്സ് ആണ് ഇംഗ്ലീഷ് സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ്സിലുള്ളത്. ഫൂട്ട്സ് നമ്മൾ കേട്ടതാണ്, ഫൂട്ട്, യാർഡ്, മൈല്, ഗാലൻസ് എന്നൊക്കെ നമ്മൾ കേട്ടതാണ്. ഇംഗ്ലീഷ് സിസ്റ്റത്തിലുള്ള ഇതാണ് ഫൂട്ട്, യാർഡ്, ഗാലൻസ് ഒക്കെ. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് there is no uniformity in conversion between the other units. മറ്റൊരു സിസ്റ്റം ഓഫ് മെഷർമെൻ്റ് ആണ് 1791 പിന്നെ ഫ്രഞ്ച് അക്കാദമി ഓഫ് സയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് മെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ മെട്രിക് സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്നത് 10ന്റെ പവറായി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ 10⁻² ആയിട്ട് എഴുതുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 1 കിലോമീറ്ററിന് എങ്ങനെ എഴുതാം? 10⁻³ മീറ്റർ എന്ന് എഴുതാം. അപ്പോൾ ഇത് 10ന്റെ പവറായിട്ട് ആണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ പരസ്പരം റിലേറ്റ് ചെയ്യുന്നത്. ഈ മെട്രിക് സിസ്റ്റം 1960s ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് വേൾഡ് വൈഡിൽ ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ് സിസ്റ്റം ഉണ്ടായിട്ടുള്ളത്. മെഷർമെൻറ്റിന് നമ്മൾ വേൾഡ് വൈഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ന് എന്താണ്? SI സിസ്റ്റം എന്ന് പറയും. അതായത് സിസ്റ്റം ഇൻ്റർനാഷണൽ, അതല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. അതായത് SI യൂണിറ്റ് നമ്മൾ കോമൺ ആയിട്ട് പറയും. ഈ SI യൂണിറ്റ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കണം. SI യൂണിറ്റിൽ there are 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് ബേസിക് ആയിട്ട് 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. 7 ക്വാണ്ടിറ്റീസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം SI സിസ്റ്റം 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതിൽ ഒന്നാമത്തതാണ് ലെങ്ത് എന്ന് പറയുന്നത്. എന്താണ്? ലെങ്ത്. മറ്റൊന്നാണ് മാസ്. സെക്കൻഡ് വൺ ഈസ് മാസ്. ദെൻ ടൈം, അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ട്, അതേപോലെ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, അതേപോലെ തന്നെയാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. മറ്റ് 7th വൺ ആണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയും. എന്താണ്? ലൂമിനസ് ഇൻറ്റൻസിറ്റി. അപ്പോൾ എന്തൊക്കെയാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെങ്ത് നമുക്കറിയാം. ലെങ്ത് നമ്മൾ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി L എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. അതിൽ നമ്മുടെ സിമ്പിൾ SI യൂണിറ്റ് സിമ്പിൾ എന്താണ്? M ആണ്. അതായത് മീറ്ററിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു ലെങ്ത്തിനെ, മീറ്റർ. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കിലോഗ്രാമിലാണ്. കിലോഗ്രാം. ഇപ്പോൾ സിമ്പിൾ എന്താണ്? SI യൂണിറ്റിൽ സിമ്പിൾ കിലോഗ്രാം, kg ആണ്. അപ്പോൾ kg എന്ന് പറയാം. മാസിനെ നമ്മൾ കിലോഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നു. SI സിസ്റ്റത്തിൽ നമ്മൾ മാസിനെ കിലോഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അതേപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ടൈം. ടൈം നമുക്കറിയാം സിമ്പിൾ T ആണ്. അതേപോലെ
ഈ ടൈം നമ്മൾ സെക്കൻഡിലാണ് എക്സ്പ്രസ് ചെയ്യുക. ടൈം എന്താണ്? സെക്കൻഡിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അടുത്തത് ടെമ്പറേച്ചർ ആണ്. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ നമ്മൾ കെൽവിനാണ്. SI സിസ്റ്റത്തിൽ നമ്മൾ കെൽവിനാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. എന്താണ് കെൽവിൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ഇലക്ട്രിക് കറണ്ട് ആണ് അടുത്തത്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുമ്പോൾ I ആണ് സിംബൽ ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഫിസിക്കൽ ക്വാണ്ടിറ്റി. അത് നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. എന്താണ്? ആംപിയർ. ആൻഡ്രൂ മെറി ആംപിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ നെയിമിലാണ് ഈ യൂണിറ്റ് അറിയപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് ദ സിംബൽ ഈസ് A ആണ്, ആംപിയർ. മറ്റൊന്നാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ SI സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു? മോളിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ മോൾ എന്താണ്? MOL ആണ് സിംബൽ. മോൾ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ മോളിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. 7th ആണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലൈറ്റിൻ്റെ എന്താണ്? ഇല്ലുമിനേറ്റിംഗ് പവർ എന്ന് പറയാം. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് സോഴ്സ് ആണ്. അതായത് എത്രത്തോളം പ്രകാശ സാന്ദ്രത എന്നാണ് പറയുക. പ്രകാശ സാന്ദ്രത എത്രത്തോളം ഇൻറ്റൻസിറ്റി ഉണ്ട് ഒരു ലൈറ്റിന് എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്? കൻഡേല എന്ന് പറയും. അതായത് കൻഡേല എന്ന് പറഞ്ഞ സിമ്പിൾ എന്താണ്? CD ആണ്, കൻഡേല. ഇത്രയുമാണ് നമുക്ക് ബേസിക് സിസ്റ്റം എന്ന് പറയുന്ന 7 സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്സ്. കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ കെമിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്സ് ആണ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് കെമിസ്ട്രിയിൽ ഏതൊക്കെ യൂണിറ്റ്സ് ആവശ്യമാണ്? കുറേ അധികം യൂണിറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? കെമിസ്ട്രിയിൽ നമ്മൾ സാധാരണഗതിയിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കാണുന്ന യൂണിറ്റ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതാണ് നമ്മൾ കൃത്യമായി പരിശോധിക്കുന്നത്. അത് ഏതൊക്കെയാണ്? അത് ചില കോമൺ ആയിട്ടുള്ള യൂണിറ്റ്സ് നമുക്ക് പറയാം. അത് SI യൂണിറ്റ്സ് ആണ്. മറ്റു ചിലത് എന്താണ്? ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം SI യൂണിറ്റ്. അതായത് സിസ്റ്റം ഇന്റർനാഷണൽ ഡിറൈവ് ചെയ്ത യൂണിറ്റ്സ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഓരോന്ന് പരിശോധിക്കാം. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആണ് മാസ്, വോളിയം, ഡെൻസിറ്റി ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുമ്പോൾ ഫസ്റ്റ് നമുക്കറിയാം മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ SI യൂണിറ്റിൽ ഉള്ള ബേസിക് 7 ഫണ്ടമെന്റൽ സിസ്റ്റത്തിലുള്ളതാണ്. അപ്പോൾ മാസ്, ഇപ്പോൾ നമുക്കൊരു ഡൗട്ട് ഇവിടെ ഉണ്ടാകും. എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ്? പലപ്പോഴും ഡൗട്ട്സ് ഉണ്ടാകും. മാസും വെയിറ്റും സെയിം ആണോ എന്നുള്ള ഡൗട്ട്സ് ഉണ്ടാകും. സെയിം ആണോ? മാസും അതേപോലെ വെയിറ്റും സെയിം ആണോ? ഇറ്റ് ഈസ് നോട്ട് സെയിം. അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാസും വെയിറ്റും ഡിഫറെൻ്റ് എന്ന് നോക്കാം. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു വ്യക്തിയുടെ മാസ് നമ്മൾ ഭൂമിയിൽ എർത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മാസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 120 കിലോഗ്രാം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാസ് എത്രയാണ്? 120 കിലോഗ്രാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാസ് മൂണിൽ പോയാൽ അദ്ദേഹത്തിൻ്റെ മാസ് 120 തന്നെയാണ്. അതായത് 120 കിലോഗ്രാം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാസ്. എവിടെ? മൂണിലും അതേപോലെ എർത്തിലും എല്ലാം സെയിം ആണ് മാസ്. വെയിറ്റ് നമ്മൾ പരിശോധിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എർത്തിൽ അദ്ദേഹത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1200 ന്യൂട്ടൺ ആണ് അദ്ദേഹത്തിൻ്റെ വെയിറ്റ്. അതേസമയം മൂണിൽ അദ്ദേഹത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 200 ന്യൂട്ടൺ ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസം വന്നത്? അതായത് നമുക്കറിയാം മൂണിലും അതേപോലെ എർത്തിലുമുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് മനസ്സിലാക്കണം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വെയിറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ സഹായിക്കുന്നത്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ എ സബ്സ്റ്റൻസ്. അതാണ് മാസ് എന്ന് പറയുന്നത്. അതായത് എത്രത്തോളം മാറ്റർ പ്രസൻ്റ് ആണ് ഒരു സബ്സ്റ്റൻസിൽ എന്നതിനാണ് മാസ് എന്ന് പറയുന്നത്. അതേസമയം വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ എ സബ്സ്റ്റൻസ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. ഒരു സബ്സ്റ്റൻസിന് മുകളിൽ എത്രത്തോളം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. അത് നമുക്കറിയാം പ്ലേസ് ടു പ്ലേസിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിഫറെൻ്റ് ആണ്. മൂണിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിഫറെൻ്റ് ആണ്, എർത്തിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് പറയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിഫറെൻ്റ് ആകുന്നതിനനുസരിച്ച് വെയിറ്റിൽ വ്യത്യാസം ഉണ്ടാകുന്നു. അതാണ് പറഞ്ഞത്
മാസും വെയിറ്റും എന്തല്ല സെയിം അല്ല, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇതിൽ ന്യൂട്ടൺ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും എന്താണ് ന്യൂട്ടൺ യൂണിറ്റ് എന്ന് പറയും. അടുത്ത വോളിയം എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ പരിശോധിക്കാം. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അതായത് നമ്മൾ എങ്ങനെയാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റിനെയാണ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ലെങ്ത് നമ്മൾ മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുന്നു, ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ മീറ്ററിലാണ് നമ്മൾ പറയാം. അപ്പോൾ വോളിയത്തിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് ഉണ്ടാവുക? എം ഇൻറ്റു എം ഇൻറ്റു എം, മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ ആണ്. സോ മീറ്റർ ക്യൂബ് ആണ്. വോളിയത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ് എന്ന് പറയാം. കാരണം ഇത് ഡിറൈവ്ഡ് യൂണിറ്റ്സ് തന്നെയാണ് വോളിയം എന്ന് പറയുന്നത്. നമുക്കറിയാം ലെങ്ത് ആണ് മീറ്റർ എന്ന് പറഞ്ഞാൽ അത് ബേസിക് യൂണിറ്റിൽ നിന്നുണ്ടായതാണ് വോളിയം, മീറ്റർ ക്യൂബ്. അപ്പോൾ ഇവിടെ നമുക്ക് വോളിയത്തിൻ്റെ എന്താണ്? മീറ്റർ ക്യൂബാണ് SI യൂണിറ്റ്. ഇനി നമ്മൾ ഇതിനെ തന്നെ സ്മോളർ യൂണിറ്റ് നമ്മൾ വോളിയം എക്സ്പ്രസ് ചെയ്യാറുണ്ട്. എന്താണ്? സെൻറ്റിമീറ്റർ ക്യൂബിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. നമ്മളിവിടെ കാണുന്നുണ്ട് സെൻറ്റിമീറ്റർ ക്യൂബ്. അതായത് 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 മില്ലി ലിറ്റർ ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്താണ്? 1 മില്ലി ലിറ്റർ ആണ്. അതേപോലെ മറ്റൊന്നാണ് എന്തെന്ന് ലിറ്ററിൽ നമ്മൾ വോളിയം എക്സ്പ്രസ് ചെയ്യലുണ്ട്. ദിസ് ഈസ് നോട്ട് SI യൂണിറ്റ്, അനദർ യൂണിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് പറയാം വോളിയം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ലിറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറയാം. 1 ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്, 1000 ml എന്ന് പറയാം. അപ്പോൾ ഇതാണ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം എന്താണ്? 1 ലിറ്ററിൽ എക്സ്പ്രസ് ചെയ്യാം, ലിറ്ററിൽ എക്സ്പ്രസ് ചെയ്യാം. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ഡെസിമീറ്റർ ക്യൂബ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ ആണ്. 1000 മില്ലി ലിറ്റർ മീൻസ് എന്താണ്? 1000 സെൻറ്റിമീറ്റർ ക്യൂബ് ആണെന്ന് പറയാം. നമുക്കറിയാം വോളിയം നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഗ്രാജുവേറ്റഡ് സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ നമ്മൾ പിപ്പറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ബ്യൂററ്റ്. ഇതൊക്കെ നമ്മൾ ലാബിൽ കോമൺ ആയിട്ട് വോളിയം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതേപോലെ തന്നെ അടുത്ത യൂണിറ്റ് ആണ് ഡെൻസിറ്റി. ഇത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പല കെമിക്കൽ പ്രോബ്ലംസിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡെൻസിറ്റി ഈസ് എ ഡിറൈവ്ഡ് യൂണിറ്റ്. എവിടെ നിന്ന് ഡിറൈവ് ചെയ്തു? SI യൂണിറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. സോ നമുക്ക് ഡെൻസിറ്റി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മാസ് പെർ യൂണിറ്റ് വോളിയം ആണ്. മാസ് പെർ വോളിയം ഇവിടെ നമ്മൾ കാണുന്നുണ്ട് മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ യൂണിറ്റ്സ് കണ്ടുപിടിക്കണം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? യൂണിറ്റ് SI യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? SI യൂണിറ്റ് ഓഫ് മാസ് ഡിവൈഡഡ് ബൈ SI യൂണിറ്റ് ഓഫ് വോളിയം. നമ്മളിപ്പോൾ പഠിച്ചതാണ് മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. മാസ് നമ്മൾ SI യൂണിറ്റിൽ ഏതാണ് ഉപയോഗിക്കുക? കിലോഗ്രാം. ഏതാണ്? കിലോഗ്രാം. അപ്പോൾ കിലോഗ്രാം ഡിവൈഡഡ് ബൈ വോളിയത്തിൻ്റെ SI യൂണിറ്റ് നമ്മൾ പഠിച്ചതാണ് മീറ്റർ ക്യൂബാണ്. അപ്പോൾ കിലോഗ്രാം ഡിവൈഡഡ് ബൈ മീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം കിലോഗ്രാം മീറ്റർ റേസ് ടു -3. മീറ്റർ ക്യൂബിനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ മീറ്റർ റേസ് ടു -3. ഇവിടെ നമ്മൾ ഡെൻസിറ്റിയുടെ യൂണിറ്റ് മനസ്സിലാക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ റേസ് ടു -3. ഇവിടെ നമ്മൾ കാണുന്നതാണ് സം അതർ ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഒന്നെന്താണ്? വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് പെർ യൂണിറ്റ് ടൈം ആണ്. അതായത് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ ആണ്. മീറ്റർ ബൈ സെക്കൻഡ്, അതായത് മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ റീസ് ടു -1 എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം 1/x x റീസ് ടു -1 എന്ന് എഴുതുന്നത് പോലെ മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ സെക്കൻഡ് റീസ് ടു -1 എന്ന് എഴുതാം. ഇതിനെ നമ്മളെന്ത് പറയും? ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് വെലോസിറ്റിയുടെ ഡിറൈവ്ഡ് യൂണിറ്റ്. അതേപോലെ ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് വെലോസിറ്റി പെർ യൂണിറ്റ് ടൈം ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ സെക്കൻഡ് റീസ് ടു -1, ടൈം സെക്കൻഡ് ആണ്. സോ മീറ്റർ സെക്കൻഡ് റീസ് ടു -2 ആണ് ആക്സിലറേഷൻ്റെ ഡിറൈവ്ഡ് യൂണിറ്റ്. മറ്റൊന്നാണ് ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ, ദാറ്റ് ഈസ് മാസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് കിലോഗ്രാമിനാണ്. സോ കിലോഗ്രാം ഇൻറ്റു ആക്സിലറേഷൻ എന്താണ്? മീറ്റർ സെക്കൻഡ് റേസ് ടു -2. അപ്പോൾ നമുക്ക് കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2. അതായത് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2. അങ്ങനെ ആയാൽ നമുക്ക് പറയാൻ കഴിയും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ദിസ് ഈസ് ഓൾസോ കോൾഡ് ന്യൂട്ടൺ. ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ കിലോഗ്രാം മീറ്റർ റേസ് ടു കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2 ആണ് ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഇതേപോലെ
മറ്റൊരു യൂണിറ്റാണ് പ്രഷർ എന്ന് പറയുന്നത്. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയയാണ്. അപ്പോൾ നമുക്കിവിടെ പ്രഷർ നമുക്ക് എഴുതി നോക്കാം. ദാറ്റ് ഈസ് പ്രഷർ P ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് പ്രഷർ ദാറ്റ് ഈസ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പോൾ നമുക്കിവിടെ എഴുതാം ഫോഴ്സിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2. ഇനി നമുക്ക് ഏരിയ വിസ്തീർണമാണ്. ഏരിയയുടെ എന്താണ് നമുക്ക് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ അറിയാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ നമുക്കിവിടെ മീറ്റർ ഇൻറ്റു മീറ്റർ ദാറ്റ് ഈസ് മീറ്റർ സ്ക്വയർ. അതായത് മീറ്റർ സ്ക്വയർ ആണ് ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം 1 മീറ്റർ. അപ്പോൾ ഇവിടെ ഇത് ക്യാൻസൽ ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക നോക്കാം. കിലോഗ്രാം ഇവിടെ 1 മീറ്റർ ക്യാൻസൽ ചെയ്താൽ മീറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -2. അതായത് നമുക്ക് ഇവിടെ മീറ്റർ സ്ക്വയർ ആണുള്ളത്. 1 മീറ്റർ ക്യാൻസലായി റിമൈനിങ് 1 മീറ്റർ ആണ്. അത് മുകളിലേക്ക് വരുമ്പോൾ മീറ്റർ റേസ് ടു -1 എന്ന് വരും. അപ്പം ഡിവൈഡ് ബൈ മുകളിലേക്ക് വരുമ്പോൾ മീറ്റർ റേസ് ടു -1 ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഞാൻ ഇതിനെ വേറെ രീതിയിലേക്ക് മാറ്റുകയാണ്, ന്യൂട്ടണിലേക്ക് മാറ്റുകയാണ്. അതായത് ഇവിടെ കിലോഗ്രാം മീറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -2 ഇതിനെ ഞാൻ മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു എന്താണ്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം വരില്ല. മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ പറയാൻ കഴിയും, നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്, കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2. നമ്മുടെ കയ്യിലും ഇവിടെ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2 ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇതിനെ എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2. റിമൈനിങ് നമുക്കുള്ളത് എന്താണ് മീറ്റർ റേസ് ടു -1 ഇവിടെ മുകളിലേക്ക് വരുമ്പോൾ എന്താണ് മീറ്റർ റേസ് ടു -2 എന്നാകുന്നു. സോ നമുക്ക് ഇവിടെ ദിസ് ടേമിനെ നമുക്കറിയാം ദറ്റ് ഈസ് എന്താണ് ന്യൂട്ടൺ ആണ്. ദിസ് ഈസ് ന്യൂട്ടൺ. സോ വി ക്യാൻ റൈറ്റ് ന്യൂട്ടൺ. ദിസ് ഈസ് റിമൈനിങ് ഈസ് മീറ്റർ റേസ് ടു -2. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രഷറിൻ്റെ യൂണിറ്റ് നമുക്ക് എന്താണ് ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ ഇവിടെ kilogram meter raised to -1 second raised to -2 also the pressure unit we can write Newton meter raised to ടെമ്പറേച്ചർ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 3 ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആണ് ഉള്ളത്. കെൽവിനാണ് നമ്മൾ SI യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ഡിഫറെൻറ്റ് യൂണിറ്റ്സിൽ ഒന്ന് കെൽവിനാണ്, അത് SI സിസ്റ്റത്തിലുള്ളതാണ്. മറ്റ് 2 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും എന്താണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ സെൽഷ്യസ് സ്കെയിലിൽ നമ്മൾ 100 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതേപോലെ തന്നെ ഫാരൻഹീറ്റ് സ്കെയിലിൽ നമ്മൾ 180 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ 100 പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു സെൽഷ്യസ് സ്കെയിലിനെ. അതേസമയം ഫാരൻഹീറ്റ് സ്കെയിൽ ഇസ് ഡിവൈഡഡ് ഇൻറ്റു 180 പാർട്സ്. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ ഫാരൻഹീറ്റ് സ്കെയിൽ ആണെങ്കിൽ 180 ഫാരൻഹീറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. അത് സെൽഷ്യസ് സ്കെയിലാണെങ്കിൽ നമ്മൾ ഫാരൻഹീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഡിഫറൻസ് നോക്കാം. 100 ഡിഗ്രി സെൽഷ്യസ് എന്തിന് ഈക്വൽ ആണ്, ഇൻ ഫാരൻഹീറ്റിൽ 180 ഫാരൻഹീറ്റ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഡിവൈഡ് ബൈ നമുക്കറിയാം ഡിവൈഡ് ബൈ 20 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 5 ഡിഗ്രി സെൽഷ്യസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 9 ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്ന് പറയാം. ഇവിടെ നമുക്ക് സെൽഷ്യസ് സ്കെയിലും അതേപോലെ തന്നെ ഫാരൻഹീറ്റ് സ്കെയിലും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് ഇന്റർ കൺവേർഷൻ പോസിബിൾ ആവുന്നത്, കോമൺ ആയിട്ട് നമുക്കൊരു ഇക്വേഷൻ നോക്കാം. ഫാരൻഹീറ്റിനെ നമുക്ക് സെൽഷ്യസ് സ്കെയിലിലേക്ക് മാറ്റാം. അതായത് 5/9 ഇൻറ്റു ഡിഗ്രി ഫാരൻഹീറ്റ് -32 ആണ്. അതേപോലെ നമുക്ക് ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് ഫാരൻഹീറ്റിലേക്ക് മാറ്റാം. 9/5 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32 ആണ്. അപ്പോൾ ഈ റിലേഷൻ നമ്മൾ ഓർമ്മിച്ചാൽ മതി, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാകും.
അതേപോലെ തന്നെ കെൽവിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നെഗറ്റീവ് ഇല്ലാത്തതാണ്. കെൽവിൻ സ്കെയിലും അതേപോലെ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലും അതേപോലെ തന്നെ ഫാരൻഹീറ്റ് സ്കെയിലും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ റിലേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കെൽവിൻ എന്ന് പറയുമ്പോൾ ഡിഗ്രി സെൽഷ്യസ് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 273 കെൽവിൻ എന്ന് പറയാം. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കെൽവിൻ ആണെന്ന് പറഞ്ഞാൽ 273 കെൽവിൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഗ്രി സെൽഷ്യസ് നമുക്ക് എങ്ങനെ കെൽവിനിലേക്ക് മാറ്റാം എന്ന് നോക്കാം. ദറ്റ് ഈസ് കെൽവിൻ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കേണ്ടത്. കെൽവിൻ ദാറ്റ് ഈസ് ഇൻ ഡിഗ്രി സെൽഷ്യസ് നമുക്ക് +273 ആഡ് ചെയ്താൽ മതി. 73 എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 273.15 എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ നമുക്ക് ഡിഗ്രി സെൽഷ്യസ് വാല്യൂ നമുക്ക് 273 ആഡ് ചെയ്താൽ കെൽവിനിലേക്ക് മാറ്റാൻ കഴിയും. അതായത് നമുക്ക് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, അത് നമുക്ക് കെൽവിന് 273 കെൽവിൻ ആണ്. കെൽവിന് 0 ഡിഗ്രി സെൽഷ്യസ് +273 എന്ന് പറയാൻ കഴിയും. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അത് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ ഇതാണ് 373. 100 ഡിഗ്രി സെൽഷ്യസ് +273 മീൻസ് 373 കെൽവിൻ ആണ്. ഇങ്ങനെയാണ് നമ്മൾ കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 3 ഡിഫറെൻറ്റ് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ, ഫാരൻഹീറ്റ്, അതേപോലെ കെൽവിൻ സ്കെയിൽ, അതേപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസ് കൺവേർഷൻസ് എന്താണെന്ന് അറിയാം. നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ദ റൂം ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് സ്കെയിൽ ദാറ്റ് ഈസ് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു 2 അതർ സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം കെൽവിൻ സ്കെയിലും അതേപോലെ തന്നെ ഫാരൻഹീറ്റുമാണ് നമുക്കുള്ളത്. അപ്പോൾ കെൽവിനിലേക്ക് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് അറിയാം. കെൽവിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് +273 ആണ്. അതായത് നമുക്ക് ഇവിടെ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് 25 ആണ്. സോ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്, ദാറ്റ് +273 ആണ്. സോ എന്താണ് നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെൽവിനിലേക്ക് മാറുമ്പോൾ 25 + 273 ദാറ്റ് ഈസ് 298 കെൽവിൻ. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 25 ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് ഫാരൻഹീറ്റിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ആദ്യം ഫാരൻഹീറ്റും അതേപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസും റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കാം. ആ ഇക്വേഷൻ നമ്മൾ എഴുതി നോക്കുമ്പോൾ ഇൻ ഫാരൻഹീറ്റ് നമുക്ക് 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് +32 ഡിഗ്രി ആണ്. സോ നമുക്ക് ഫാരൻഹീറ്റിലേക്ക് മാറ്റുമ്പോൾ നമുക്കിവിടെ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ 9/5 ഇൻറ്റു എന്താണ് 25 ആണ് +32 ആണ് വരിക. 32 ദാറ്റ് ഈസ് ഈക്വൽ ടു 77 ഫാരൻഹീറ്റ് ആണ്. 77 ഫാരൻഹീറ്റ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് 77 ഡിഗ്രി ഫാരൻഹീറ്റ് എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്തത് എന്ന്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബോഡി ടെമ്പറേച്ചർ ഓഫ് എ നോർമൽ ഹെൽത്തി പേഴ്സൺ ഈസ് 98.4 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. കൺവേർട്ട് ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഫാരൻഹീറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 9/5 ഇൻറ്റു എന്താണ് ഡിഗ്രി സെൽഷ്യസ് ആണ് +32. നമുക്കിവിടെ ഫാരൻഹീറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഈസ് 98.4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9/5 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് മാറ്റേണ്ടത്. ഇറ്റ് ഈസ് 32 എന്ന് എഴുതാം. ഇനി ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ നോക്കാം. നമുക്ക് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റണം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഈ 32 ഇപ്പുറം എടുക്കുമ്പോൾ നമുക്കറിയാം 98.4 - 32 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇത് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കറിയാം ഇൻറ്റു എന്താണ് 5/9 എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 36.89 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് എങ്ങനെയാണ് ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും നമ്മൾ എങ്ങനെ പരസ്പരം കൺവേർട്ട് ചെയ്യാമെന്ന് മനസ്സിലായിട്ടുണ്ട്.